ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് ബേക്കിംഗ് ആണ്. കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇതുപോലെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് എരുന്താണ് കേട്ടോ. എരുന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കിറച്ചി എന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എരുന്തെന്നാണ് കേട്ടോ പറയുക. കക്കിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ചുകൂടി വലിയൊരു സൈസിലുള്ളതാണ്. അത് ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്ക് കറിയും ഉപ്പേരിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പ്ലം കേക്കിന് ഓർഡർ ഉണ്ട്. അപ്പോൾ പ്ലം കേക്ക് രണ്ട് പ്ലം കേക്കിനാണ് ഓർഡർ ഉള്ളത്. ഒന്ന് 1 kg ഒരെണ്ണം 1/2 kg. അപ്പോൾ ഞാൻ 2 kg ബാറ്റർ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 1/2 kg ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലം കേക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ള 2-3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യം പറയാം. കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗാണ്, ക്രിസ്മസ് സമയത്ത് എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അപ്ലോഡിങ് കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ അന്നൊക്കെ കുറച്ച് തിരക്കുകളായിരുന്നു. നമ്മളിപ്പോൾ വ്ളോഗെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. 50 കിലോ കേക്ക് ഓർഡർ വന്നതും എല്ലാമായിട്ട് ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരക്കാവുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ 3 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങി പോകുന്നില്ല, നല്ല മുകളിൽ തന്നെ അതങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ 3 പാത്രത്തിലായിട്ടും നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലാക്ക് റേസിൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഞാനത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിൽ വെക്കുകയാണ്. അപ്പോൾ ബേക്കിംഗ് ടൈം തിക്ക് ബാറ്റർ ആകുമ്പോൾ കുറച്ച് കൂടുതൽ വേണം. 1 hour ബേക്കിംഗ് ടൈം കൊടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിനകത്ത് ഹോൾസ് വന്നിട്ടുണ്ടാവും. ഇനി ഓവനിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ക്രീം കേക്കുകളുണ്ട്. അതെല്ലാം കുറച്ച് നേരത്തെ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഫ്രഷായി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഈ ഒരു പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഒന്നും കൂടി ആയി വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് മുകൾ ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെൻഡർ കോക്കനട്ട് കട്ട് ചെയ്യണം. പീസ് കട്ട് ചെയ്തിട്ട് ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പീസാക്കി വെച്ചതും അതുപോലെ സിറപ്പും പിന്നെ കുറച്ച് പൾപ്പിനെ പേസ്റ്റ് ആക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. സിറപ്പ് കുറച്ച് സിറപ്പായിട്ട് കോക്കനട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് ഒന്നുകൂടി മധുരം ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കുറവായിരിക്കും കേക്ക് ഐസിങ് ചെയ്ത് വരുന്ന ടൈമിൽ. അപ്പോൾ അത് ഫൈനൽ കോട്ടിങ് ചെയ്തിരിക്കണം. ടോൾ കേക്കാണ് കേട്ടോ. അത് 1 kg തന്നെയാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. ഫൈനൽ കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഗോൾഡൻ്റെ ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ഡിസൈനാണ് കേട്ടോ. ഒന്നിങ്ങനെ ബ്രഷിൽ കുറച്ച് ഗോൾഡൻ കളർ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ അതിൽ വരും. അപ്പോൾ ഇത് സൈഡ് ഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ബോൾസും ഫ്ലവേഴ്സൊക്കെയാണ്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 5 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. 1 kg കേക്ക് ടോൾ കേക്കായി ചെയ്യുമ്പോൾ 5 ഇഞ്ചാണ്. പിന്നെ മുകളിലായിട്ട് റഫായിട്ടാണ് എഡ്ജ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് പാലറ്റ് നൈഫ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ ഗോൾഡൻ ബോൾസും അതുപോലെ വൈറ്റും ഗോൾഡനും കൂടിയുള്ള കോമ്പിനേഷനാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വൈറ്റ് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ കളറും കേട്ടോ. ഗോൾഡൻ കളറ് ബോൾസും ആണ് കൊടുക്കുന്നത്. ഇത് വൈകിട്ട് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് അവർ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അവനും അവൻ്റെ വൈഫും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം നോക്കണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യണത്. പിന്നെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 kg ടെൻഡർ കോക്കനട്ട് കേക്ക് തന്നെയാണത്. 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള തന്നെയാണ് കേട്ടോ. മുകൾ ഭാഗം എഡ്ജ് കൊടുത്തിട്ടുള്ളത് റഫായിട്ടാണ്. ടോപ്പിലായിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ടെൻഡർ കോക്കനട്ടാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ 2 കിലോ കേക്കിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. 5 ടെൻഡർ കോക്കനട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ടോൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിൽ സ്റ്റിക്ക് കൊടുക്കാനും മറക്കരുത്. നമ്മൾ ട്രാവലിംഗ് ടൈമിൽ ടോൾ കേക്ക് ചെരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ ക്രം കോട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഇതിന് സ്റ്റിക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ എഡ്ജിൽ ടോപ്പിലൊക്കെ നമ്മൾ ഈ സ്റ്റിക്ക് ഇറക്കുമ്പോൾ അവിടെ ഒരു മാർക്ക് വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലായിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ക്രം കോട്ടിങ്ങിൻ്റെ ടൈമിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഓർമ്മ വന്നത് സ്റ്റിക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അതാണ് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ആ കേക്കിൻ്റെ സെയിം കളറിൽ തന്നെ ആയിട്ട് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് റൂബി കളറും റൂബി കളറിൻ്റെ കൂടെ കുറച്ച് സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്ലവറിൻ്റെ കൂടെ തന്നെ കുറച്ച് ലീഫും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇതിൽ കുറച്ച് ഈ ഒരു ചെറിയ നമ്മൾ നൈഫ് വെച്ചിട്ട് തന്നെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. ക്രീമിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേക്കിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. പിന്നെ എനിക്കതിൽ ഈ ഒരു ലീഫ് വെച്ചത് അത്ര മാച്ചായി തോന്നിയില്ല. അപ്പോൾ ലീഫിനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യണത് ഒരു ക്രിസ്മസ് തീം കേക്കാണ്. അപ്പോൾ 1 kg അല്ല 1.5 kg ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ട്രീ ആണ് കൊടുക്കുന്നത്, ക്രിസ്മസ് ട്രീ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. റൗണ്ടായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് തീം കേക്കാണ് കേട്ടോ. ഈ ഒരു ട്രീ ഒക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. 1/2 kg കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ചോക്ലേറ്റ് ഗണേഷ് വെച്ച് കവർ ചെയ്തതിൻ്റെ ശേഷം ടോപ്പിലായിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ആക്കുക. എന്നിട്ട് ലൈന് പോലെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഒരു നെറ്റിൻ്റെ ക്ലോത്ത് താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ലീഫോ കാര്യങ്ങളോ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അവിടെ ഓരോ കേക്കും ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം പാക്ക് ചെയ്യാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഫോട്ടോ എടുക്കുക. ചില സമയങ്ങളിൽ മൂഡിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ നല്ല രീതിയിൽ എടുക്കും, ചിലപ്പോൾ അങ്ങനെ വേണ്ട വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ കേക്കിനെ വിടുക കേട്ടോ. അപ്പോൾ ഇതാ 3 കേക്കും ഇവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. 1.5 കിലോയിലുള്ള ക്രിസ്മസ് തീം കേക്കും പിന്നെ അതുപോലെ 1/2 kg കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടുള്ള ഡെത്ത് ബൈ ചോക്ലേറ്റും ആണ്. പിന്നെ 1 kg ടെൻഡർ കോക്കനട്ട് കേട്ടോ. പിന്നെ ആദ്യം ചെയ്തിട്ടുള്ള ഡിസൈന് ഇത് വൈകിട്ടൊരു 6 മണിക്കാണ് കേട്ടോ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പറും എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ അവർ കേക്ക് വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ വൈകിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് സംസാരിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കേക്ക് വാങ്ങി പോണത്. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ള വൈഫാണ്. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ ഹോം മെയ്ഡ് പ്ലം കേക്ക് കഴിക്കാനൊരു പൂതി അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിൽ ഒരു പ്ലം കേക്ക് 1 kg ഇവർക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടെയ്നറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കണ്ടെയ്നർ കേക്കിൻ്റെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക.
റീപ്ലൈ തരുന്നതായിരിക്കും. പുതിയ പുതിയ ക്ലാസ്സിൻ്റെയും അതുപോലെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടോ നല്ല അപ്പൂപ്പന് പൈസ തരുള്ളൂ.